ഉമ്മ ഈ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു ഞരമ്പിൻ്റെമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് നടത്തണം ഉമ്മ. അതിൻ്റെ ഒരു രോഗം വരുന്നു, അത്തരം ഒരു ഞരമ്പുമായി അതിൻ്റെ പേര് പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ദിവസം വരുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മ തളർന്നു വീണു. തളർന്ന് ഒന്ന് വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഉമ്മക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രോഗം തന്നെ അവർക്ക് വന്നത്. ഏതൊരു രോഗത്തെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത്, ആ രോഗം തന്നെ അവർക്ക് വന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള അവസാനത്തെ 2 പീരീഡ് എനിക്ക് 7th A 7th B 2 ക്ലാസ്സാണ്, തൊട്ടടുത്ത 2 ക്ലാസ്സുകളാണ്. അപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു കോർണറിലുള്ള ഒരു ക്ലാസ്സാണ് 6th, അതിൻ്റെ ഇതിലൂടെ നമ്മളിങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു മോനെ വേറൊരു മോൻ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മോനാണ്, കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളൊരു കുട്ടി. അപ്പം ഞാൻ ചോദിച്ചു, വളരെ കാം ക്വയറ്റായിട്ടുള്ളൊരു കുട്ടി. അപ്പം ഞാനോട് ചോദിച്ചു, എന്ത് പറ്റിയടാ? അപ്പോൾ അവന് നല്ല കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കരഞ്ഞ് എനിക്ക് ഉപ്പാനെ വിളിക്കണം എന്നുള്ള സങ്കടം പറയണം. അപ്പോൾ അവനെ ഞാൻ എന്തോ സംതിങ്, കാരണം അത് കുറച്ച് മുമ്പ് അവനെ കണ്ടപ്പോൾ അവന് നാട്ടിൽ നിന്ന് ഈ ഒരു കഴിഞ്ഞ വെക്കേഷൻ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തേക്ക് വന്ന സമയത്ത് ഇങ്ങനെ മൂഡ് ഔട്ടായി ഇരിക്കുമ്പോൾ അപ്പോഴേക്ക് അവന് പറഞ്ഞത് എന്തോ ഒരു വിഷമം ചോദിക്കുമ്പോൾ ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് പനിയാണ് എന്നുള്ള സങ്കടം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് ഇനി ഉപ്പാനെ വിളിക്കണം പറഞ്ഞപ്പോൾ എന്തെങ്കിലും അസുഖമായോ അപ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ട് അവനെ കൊണ്ടുപോയി സ്റ്റാഫ് റൂമിൽ, പിന്നെ ഓഫീസ് റൂമിൽ പോയിട്ട് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ ഫോൺ കൊടുത്തു. സാധാരണ സമയത്ത് കുട്ടികൾക്ക് ഫോൺ കൊടുത്തു, പക്ഷേ ഇവൻ്റെ ഒരു സ്പെഷ്യൽ കേസായി തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫോൺ കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. 2-3 തവണ ഉപ്പാനെ ഫോൺ ചെയ്തു, പക്ഷേ ഫോൺ എടുത്തില്ല. അപ്പോഴേക്കും നെക്സ്റ്റ് പീരീഡിന് ബെല്ലടിച്ചു. ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പീരീഡിലേക്ക് ബെല്ലടിച്ചു. അതിൽ പിന്നെ അവനോട് ഞാൻ പറഞ്ഞു, അവനൊരു കാര്യം ചെയ്യും, ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സങ്കടത്തിൽ തന്നെ ഉള്ളത്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കാം, ഇപ്പം ക്ലാസ്സിലേക്ക് പോയിക്കും. അവൻ ക്ലാസ്സിലേക്ക് പോയി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ സ്കൂൾ വിട്ടതിൻ്റെ ശേഷം പിന്നെ ഓഫീസിൽ നിൽക്കുന്ന സമയത്താണ് അപ്പം ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു. ഹലോ. അപ്പോൾ എനിക്ക് തോന്നി നേരത്തെ വിളിച്ചതുകൊണ്ടല്ലേ, ആരാണ്? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ കുട്ടീൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കുട്ടീൻ്റെ ഉപ്പയല്ലേ? അതെ സാറേ, ഉപ്പയാണ്. അപ്പം മോനിങ്ങനെ ഒരു വിഷമം പറഞ്ഞിരുന്നു, നിങ്ങളെ വിളിക്കണം, ഒരു സങ്കടമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ അവന് വലിയ വിഷമത്തിലാണ് പോണത്, ഭയങ്കര സങ്കടമാണ്, പിന്നെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വർഷം തിരിച്ചു വന്നപ്പോൾ അവനപ്പോൾ അങ്ങനെ ഒരു മൈൻഡിലാണ് ഉള്ളത്, ഇടയ്ക്ക് ഇങ്ങനെ അപ്പോൾ എന്തോ ഒരു വാക്ക് പറഞ്ഞു, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അധികം അത് സാരല്ല, ഞാൻ അവൻ്റെ അടുത്ത് ഒന്നുകൂടിയും ഫോൺ കൊടുക്കാം, ഒന്ന് വിളിച്ചോട്ടെ അവന്. അല്ല കുഴപ്പമില്ല, നിങ്ങൾ സമയത്തിനനുസരിച്ച് കൊടുത്താൽ മതി അവനോട് പറയും. കാരണം ഉമ്മ ഇല്ലാത്ത മോനല്ലേ, ഉമ്മ അതുകൊണ്ടുള്ള ഒരു വിഷമമായിരിക്കും, അവന് ഉമ്മയും ഉപ്പയായിട്ട് ഞാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാനൊന്നിങ്ങനെ പെട്ടെന്നുണ്ട്, ഉമ്മ ഞാൻ അതുവരെ അറിഞ്ഞിരുന്നില്ല ഉമ്മല്ല. അപ്പോൾ ചോദിച്ചപ്പോഴേക്കെന്നെ അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി, സാറേ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, പിന്നെ എനിക്കുള്ള ആകുള്ള ഒരു മോൻ അവനാണ്, പിന്നെ ഞാൻ അറിയാത്ത, അതായത് നമ്മൾ അനുഭവിക്കാത്ത മറ്റൊന്നുമില്ല. ഈ കഴിഞ്ഞ 9 വർഷം അവൻ്റെ ഉമ്മനെയും കൊണ്ട് നടക്കുന്നതായിരുന്നു ഞാൻ. കഴിഞ്ഞ വർഷമാണ് ഉമ്മ മരണപ്പെട്ടത്. ഉമ്മ ഡോക്ടറായിരുന്നു, അവൻ്റെ ഉമ്മ ഡോക്ടറായിരുന്നു. അവന് 1.5 വയസ്സുള്ള സമയത്ത്, അവനെ പ്രസവിച്ച് 1.5 വയസ്സുള്ള സമയത്ത് ഉമ്മ ഈ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു ഞരമ്പിൻ്റെമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് നടത്തണം ഉമ്മ. അതിൻ്റെ ഒരു രോഗം വരുന്നു, അത്തരം ഒരു ഞരമ്പുമായി അതിൻ്റെ പേര് പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ അതിലാണ് ഉമ്മ പഠിച്ചിരുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊരു ദിവസം വരുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മ തളർന്ന് ഒന്ന് വീണപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഉമ്മക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ രോഗം തന്നെ അവർക്ക് വന്നത്. ഏതൊരു രോഗത്തെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത്, ആ രോഗം തന്നെ അവർക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ചികിത്സ തുടങ്ങി. ഞാൻ ഗൾഫിൽ നല്ല ജോലിയായിരുന്നു എനിക്ക്, സൗദി അറേബ്യയിലായിരുന്നു. അങ്ങനെ ഞാൻ വൈഫിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു. പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത മോനാണ്, 1.5 വയസ്സുള്ള 2 വയസ്സുള്ള മോനാണ്. അങ്ങനെ വൈഫിനെയും കൊണ്ട് നടക്കുന്നതായിരുന്നു, എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തു. അവസാനം വൈഫ് ഓരോ ദിവസവും തളർന്ന് പാരലൈസ്ഡായി, പിന്നെ സംസാരിക്കാൻ പറ്റാതെയായി, കണ്ണ് മാത്രം ചലിക്കും, ഓർമ്മയുണ്ട്, ശരീരം അനങ്ങാൻ പറ്റില്ല. എന്നിട്ടും സാറേ ഞാൻ എൻ്റെ വൈഫിന് 9 കൊല്ലം എനിക്കതിൽ സങ്കടമല്ല, ഞാൻ നോക്കി, ഞാൻ അവളെ തോളത്തിട്ടിട്ട് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. പക്ഷേ അവൾ എന്ത് ചെയ്തു, മരണപ്പെടലായിരുന്നു അള്ളാൻ്റെ വിധി. അവൾ മരണപ്പെട്ടു. പിന്നെ ഈ മോനാണുള്ളത്. പിന്നെ അത് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കധികം കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ, എനിക്ക് നിങ്ങളെ നിങ്ങൾ നമുക്ക് മോൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ നോക്കും, ഇവിടവും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക്
മോന് ഇസ്ലാമികമായ ഒരു കാര്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വളർന്ന് ഓനിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ വന്നിട്ട് ഗ്രീൻ വാലിയിൽ വന്ന് നാട്ടിൽ വേറെ സ്കൂളിലായിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തെർബിയത്തും കാര്യങ്ങളും കുട്ടിക്ക് കിട്ടണം, നമ്മളെ അന്തരീക്ഷവും വീട്ടിലെ ചുറ്റുപാടും അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് സ്കൂള് പിന്നെ തിരിച്ച് ഇവിടെ എത്തി. ഹോസ്റ്റലിലെത്തിയ സമയത്ത് മോന് വൈകുന്നേരത്തെ പ്രാർത്ഥന കൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ നോക്കണം ഉപ്പാനെ വിളിക്കണം. അപ്പോൾ ഉപ്പ കൊടുത്തു, വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുത്തു. അവന് വിളിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ കോൾ വിളിക്കാൻ വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഞാൻ ചെന്ന് അപ്പോൾ എന്നെ കണ്ട് സാറേ സാരല്ല, ഇനി അടുത്ത മുഹറത്തിൻ്റെ അവധിക്ക് വരും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്ഥലത്തിരിക്കുമ്പോൾ മോന് വീണ്ടും എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവനിങ്ങനെ പറയാണ്. അപ്പം ഞാനിങ്ങനെ ആശ്വാസത്തിൽ ഇങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഞാൻ അന്ന് സ്കൂളിലായിരിക്കുന്ന സമയത്ത് അവിടുന്ന് എല്ലാവരും പോയിട്ട് എന്നെ കൂട്ടാൻ ആരും വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ബാഗ് ഒരു നിലത്ത് വെച്ചിട്ട് ബാഗുമ്മൽ ഇങ്ങനെ ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ നൈബർ വന്ന് കൂട്ടി കൊണ്ടുപോയപ്പോഴാണ്. അപ്പോൾ ഉമ്മാക്ക് പറ്റ സുഖമില്ല എന്ന് ഹോസ്പിറ്റലിലാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുന്ന് ഡോക്ടേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയി നിന്നു. സാറേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഉമ്മാനെ കാണാൻ സ്കൂളിലേക്ക് പോകുക, സ്കൂൾ ഇട്ടിട്ട് ഉമ്മാനെ കാണാൻ എന്നുള്ള മനസ്സോടുകൂടി പോവുക. കാരണം ഉമ്മ ഉണ്ടാവും വീട്ടിൽ. ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കും കുറേ സമയം. ഉമ്മ കണ്ണുകൊണ്ട് എന്നോട് കുറേ സംസാരിക്കും. അത് ഞാൻ കേൾക്കുമായിരുന്നു, കണ്ണുകൊണ്ടുള്ള സംസാരം. അപ്പോൾ അവനിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കുറേ എന്താണെന്ന് പറയാമെന്നറിയില്ല. അങ്ങനെ ആ ഉമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞു, എല്ലാവരും കരയണ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ നിൻ്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എനിക്കും കരയാതിരിക്കാൻ പറ്റിയില്ല സാറേ. ഞാനും കുറേ അന്ന് കരഞ്ഞു. പിന്നെ ഉമ്മ എനിക്കില്ല, അതാന്നുള്ളത്. വീട്ടിൽ പോകുമ്പോൾ എനിക്ക് പിന്നെ ഉപ്പയുള്ളൂ. അപ്പോൾ ഉപ്പനെ കാണണം എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കും, ഇവിടെ എനിക്ക് കുഴപ്പം, എനിക്ക് പഠിക്കണം, ഖുർആൻ പഠിക്കണം, അങ്ങനെയുള്ള മനസ്സ് പറഞ്ഞിട്ട് പിന്നെ അവനെ അവസാനിക്കും. അപ്പം ഞാൻ ആശ്വസിപ്പിച്ചിട്ട് അവനെ വിടുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത്, കുട്ടികൾക്ക് ഓരോരുത്തരും എന്തെല്ലാം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ആ കുട്ടിക്കും ആ പാരൻസിനുള്ളതെന്ന് വെച്ചാൽ അവന് നന്നായിട്ട് പഠിക്കണം, ഒരു പൈലറ്റ് ആവണം, ഖുർആൻ പഠിക്കണം, ഒക്കെ എങ്ങനെ ആഗ്രഹങ്ങളുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ഒരു കുഞ്ഞു മോൻ്റെ പോലും അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെ മക്കളൊക്കെ എത്ര നിയമത്തിലാണ്, തീർച്ചയായിട്ടും എത്രയോ അനുഗ്രഹത്തിലാണ് എന്ന് ആ സമയത്ത് ചിന്തിച്ചു പോയി എന്നുള്ളൊരു അനുഭവമാണ് പങ്കുവെക്കുന്നത്.